ഹലോ ഹായ് ഗൈസ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇടണോ വേണ്ടേന്ന് പല പ്രാവശ്യം ചിന്തിച്ചു കേട്ടോ. അപ്പോൾ എന്നോട് ദൈവം പറയുന്നത് ഇത് ഇടണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് കുപ്പിപ്പാൽ കൊടുക്കാതെ നമ്മൾ നാച്ചുറൽ പാല് തന്നെ കൊടുക്കുക. ഓക്കെ, അതാണ് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലത്. കാരണം മാതാവിനും പിതാവിനൊക്കെ കറങ്ങാൻ പോകുന്നതുകൊണ്ട് ഇപ്പം കൂടുതലും കുപ്പിപ്പാലാണ് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നത്. ശരീരത്തിന് ദോഷമാണ്. അതായത് ഞാൻ എൻ്റെ മോന് 3.5 വയസ്സെടുത്ത് പാല് കൊടുത്തു. അത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയപ്രകാരം. അപ്പോൾ എൻ്റെ ഇൻഡ്യൂഷനിൽ പഠിച്ചോൻ പറഞ്ഞു, അതോ കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ മോന് പാലുകൂടി നിർത്തിയത്. അപ്പം എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണമെന്ന് എൻ്റെ ഇൻഡ്യൂഷൻ പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ഇത് തണുത്ത പാലാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ണിന് ചുമപ്പ്, കണ്ണിൽ എന്തെങ്കിലും പൊടിയൊക്കെ വീണാൽ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്ന ഈ നമ്മുടെ ബ്രസ്റ്റിൽ പാൽ കേട്ടോ. ഇത് കണ്ണിലൊഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കാഴ്ചശക്തി കൂടാൻ വളരെ നല്ലതാണ്. അത് കുഞ്ഞു മക്കൾക്കും കണ്ണിലൊഴിച്ചു കൊടുക്കുക. ഇതൊഴിക്കുമ്പോൾ ഒരു മങ്ങലുണ്ടാവും, പക്ഷെ നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ്. ഹസ്ബൻഡിനും വൈഫ് ഹസ്ബൻഡിന് ഒഴിച്ചു കൊടുക്കാം. വളരെ നല്ലതാണ്. കുഞ്ഞു മക്കളുടെ കണ്ണിലൊക്കെ എന്തെങ്കിലും വീണാൽ ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ നമ്മൾ ഇത് കണ്ണിലൊഴിക്കുക. അപ്പം വളരെ എന്താ പറയുക, നമ്മുടെ കണ്ണിന് വളരെ വളരെ നല്ലതാണ്. മറക്കണ്ട. നമ്മളെ വൈഫ് ഹസ്ബൻഡിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഹസ്ബൻഡ് വൈഫിന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാല്, ബ്രസ്റ്റിലെ ഈ പാല് നമ്മുടെ കണ്ണിൽ ഒഴിക്കാം. മലയാളത്തിൽ പറഞ്ഞാൽ മുലപ്പാല്. കുഞ്ഞു മക്കൾക്കും വളരെ നല്ലതാണ്. അപ്പം ഇത് ഇടണ്ടെന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അള്ളാഹു പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലും കൊണ്ടെത്തിക്കണം എന്നാണ്. കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ഈ പാലുണ്ടാകുന്നത്. ദൈവം സഹായിച്ച് കണ്ണ് ഇവിടെ മൂക്കിൽ വിടാം. ദൈവം സഹായിച്ച് ഞാൻ നല്ല ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ, ദൈവത്തിൻ്റെ ഒരു കടാക്ഷം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഏകദേശം 3.5 വയസ്സടുത്തായിട്ട് എനിക്ക് എന്താ പറയുക, ബ്രസ്റ്റിൽ പാലുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അവന് ഭയങ്കര കരച്ചിലാണ്, എനിക്ക് സങ്കടമാണ്. അപ്പം നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ചൊറിച്ചിലോ കണ്ണിനകത്ത് എന്തെങ്കിലും വീഴുകയോ ചെയ്താൽ ഈ പാല്, അതായത് ഈ പാല് നമ്മൾ കണ്ണിൽ ഒഴിക്കുക. അഥവാ നമ്മുടെ കണ്ണിന്
ഒന്നും വീണില്ലെങ്കിലും ഒഴിക്കാം കേട്ടോ. കാര്യം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നല്ല ഈ പാലുണ്ടാകുന്നപ്പം നമുക്ക് വളരെ കാഴ്ചശക്തി കൂടാൻ വളരെ നല്ലതാണ്. അതായത് പണ്ടത്തെ ഉപ്പമാരും ഉമ്മമാരും അമ്മമാരൊക്കെ പറയുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ നല്ലതാണ് നമ്മുടെ ഈ ബ്രസ്റ്റിലെ പാല്. ഓക്കെ, എന്താ പറയുക, നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ മുലയൂട്ടുക, പാൽ കൊടുക്കുക. അതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരില്ല. മറ്റുള്ള പൊടികൾ കലക്കി കൊടുക്കാതിരിക്കുക. ശരീരത്തിൻ്റെ മേനി പോകും, ഭംഗി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പല ലേഡീസും ഇപ്പോൾ കുഞ്ഞു മക്കൾക്ക് പാല് കൊടുക്കാറില്ല. പാല് നന്നായിട്ട് കൊടുക്കുക. എൻ്റെ 2 കുഞ്ഞു മക്കൾക്കും നല്ല രീതിയിൽ പാല് കൊടുത്ത് തന്നെ വളർത്തി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് 2 പേര് സുഖമായിട്ടിരിക്കുന്നു. മോളിപ്പോൾ 5ാം ക്ലാസ്സിലും മോനിപ്പം 3.5 വയസ്സാവാൻ പോകുന്നു. ആ മക്കൾക്ക് കൂടുതൽ പാല് കൊടുക്കാം, പെൺപിള്ളേർക്ക് കുറച്ച് മതി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു 2 വയസ്സും 2.25 വയസ്സുമാണ്. അപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ പാല് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടുകൂടാൻ മറക്കരുത്. God bless you. Thank you. മടി വിചാരിക്കണ്ട, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.